മാസപ്പടി കേസിൽ SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി 4 മാസത്തേക്ക് കൂടിയാണ് ഹൈക്കോടതി വിലക്ക് നീട്ടിയത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, CMRL ഹർജിയിലാണ് ഈ നടപടിയെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അനുജ, നേരത്തെ ഇതേ ഹർജി 2 മാസത്തേക്ക് വിലക്കിയിരുന്നു. ഇപ്പോൾ ഇത് 4 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിരിക്കുകയാണ്. നേരത്തെ SFIO റിപ്പോർട്ട്, മുഖ്യമന്ത്രിയുടെ മകൾ അടക്കം പ്രതിയായ SFIO റിപ്പോർട്ട് അഡീഷണൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് സമൻസ് അയക്കാൻ കോടതി ഒരുങ്ങുകയാണ്. ഇത് ചോദ്യം ചെയ്യാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. SFIOയുടെ കുറ്റപത്രം അല്ലെങ്കിൽ SFIOയുടെ ഒരു റിപ്പോർട്ടാണ്. അതൊരു പോലീസ് കുറ്റപത്രത്തിന്റെ സ്വഭാവമുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ അതൊരു പരാതിയായി കണക്കാക്കണം. അതോടൊപ്പം തന്നെ എതിർകക്ഷികൾക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം മാത്രമേ ഇത്തരത്തിൽ സമൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടക്കാവൂ എന്നുള്ളതായിരുന്നു CMRL ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടത്തിൽ അത് 2 മാസത്തേക്ക് വിചാരണ കോടതിയുടെ നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അത് 4 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. അതായത് CMRL ഉന്നയിച്ച വാദത്തിൽ ചില കഴമ്പുണ്ട് എന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായൊരു വാദം കേൾക്കാനുള്ളൊരു സമയമാണ് 4 മാസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റേതാണ് ഉത്തരവ്. നിലവിൽ CMRLനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ഒരൽപ്പം പ്രതീക്ഷ നൽകുന്ന നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അനുജ, മാസപ്പടി കേസിൽ SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് 4 മാസത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടി.